ശിവശങ്കരൻ കരവിൽ സമാഹരണം നിർവഹിച്ച നുറുങ്ങു കഥകളുടെ ബോധിപ്രപഞ്ചമായ കൂട എന്ന പുസ്തകത്തിലെ മറ്റു മിനിക്കഥകൾ. ജയന്തി പുലാമന്തോൾ എഴുതിയ പാഠം എന്ന കഥയാണ് 19ാമത്തെ കഥയായി ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ജയന്തി പുലാമന്തോളിൻ്റെ പാഠം. 1984 അന്ന് കുഗ്രാമം എന്ന് നിസ്സംശയം പറയാവുന്ന മൂർക്കനാട് സ്കൂളിലേക്ക് ഇടുക്കിയിൽ നിന്നും ഒരു ടീച്ചർ എത്തുന്നു. നാട്ടുഭാഷ മാത്രം പറയുന്ന കുട്ടികളും അധ്യാപകരും. തീരെ പരിചയമില്ലാത്ത ഭാഷയിലും രീതിയിലും സംസാരിക്കുന്ന ടീച്ചറെ കുട്ടികൾ അത്ഭുതത്തോടെ പേടിയോടെ കണ്ടിരുന്നു. ടീച്ചറുടെ ക്ലാസ്സിൽ ഒരു വിദ്വാൻ രാവിലെ തുടങ്ങിയതാണ് കരച്ചിൽ. വിദ്വാന് കാലാൻ വരുന്നതാണ് പ്രശ്നം. ടീച്ചറെ, ഓനിക്ക് കാലം വരുന്നുണ്ടത്രേ. മറ്റു കുട്ടികളും അവൻ്റെ പ്രശ്നം നിസ്സാരമായി അവതരിപ്പിച്ചു. പൊതുവെ അച്ചടക്കത്തിൽ നിഷ്കർഷയുള്ള നമ്മുടെ ടീച്ചറാവട്ടെ ഊക്കിൽ വടിയൊന്ന് മേശപ്പുറത്ത് തട്ടി. അടങ്ങിയിരിക്കു ചെറുക്ക, ഇവിടെ കാലനൊന്നും വരികയില്ല. കുട്ടിയാകട്ടെ കാലാൻ വരവ് സഹിക്കാൻ വയ്യാതെ പുറത്തേക്ക് ഇറങ്ങിയോടി. ടീച്ചറും പുറകെ, ഹെഡ്മാഷായ എൻ്റെ അച്ഛനും മറ്റധ്യാപകരും പിറകെ. കുട്ടി മാവിൻ ചുവട്ടിൽ കാലനെ പുറത്താക്കിയ ആശ്വാസത്തിൽ. കാലാൻ വരികയെന്നാൽ ഓക്കാനമാണെന്ന് വലിയ പാഠം ടീച്ചർ അന്ന് പഠിച്ചു. കാലനേക്കാൾ അപകടകാരിയും. ഭാഷ ഒരു ചിഹ്ന വ്യവസ്ഥയാണ്. 20ാമത്തെ കഥ RLV രജനി ടി നാരായണൻ എഴുതിയ നിർഭാഗ്യം. കഥ നിർഭാഗ്യം. ആടിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് കമലം കണ്ണു തുറന്നത്. പ്രസവവേദനയിൽ പുളയുന്ന ആടിനെ നോക്കി ദയനീയമായി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. വേഗത്തിൽ തന്നെ അവൾ അടുത്തുള്ള ഹോമിയോ ഡോക്ടറുടെ വീട്ടിലേക്ക് ഓടി. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് ഉറക്കം നഷ്ടമായ ദേഷ്യത്തോടെ ഡോക്ടർ വാതിൽ തുറന്നു. ആരാണ് ഈ അസമയത്ത്? ഞാനാണ്, കമലം, അവൾ പറഞ്ഞു. ഓ, നീയോ? എന്തുപറ്റി ഈ അസമയത്ത് തനിയെ ഓടി വന്നത്? അത് സാറേ. അവൾക്ക് വിഷമം കൊണ്ട് വാക്കുകൾ പുറത്തു വന്നില്ല. എന്തൊക്കെയോ അവൾ പറഞ്ഞു. ഡോക്ടർ അകത്തേക്ക് പോയി തിരികെ വന്ന് ഒരു കുപ്പി അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ അതുമായി ഓടി തിരികെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. 2 പൂർണ്ണ വളർച്ചയെത്തിയതും 3 ഭ്രൂണത്തിൽ തന്നെയുള്ള 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി പ്രാണൻ വെടിഞ്ഞ തൻ്റെ പ്രാണൻ്റെ പ്രാണനായി പോറ്റിയ തൻ്റെ ആടിൻ്റെ ജീവനറ്റ കാഴ്ച. അത് കാണാനുള്ള കരുത്ത് അവൾക്കുണ്ടായിരുന്നില്ല. ഭർത്താവ് മരിച്ച കമലത്തിൻ്റെയും പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെയും ഒരു കൈത്താങ്ങാണ് തകർന്നു പോയത്. ഇനി എന്ത് എന്ന ചിന്തയിൽ താഴെ വീഴാതെ ആട്ടിൻകൂടിൻ്റെ തൂളിൽ അവൾ നിരാലംബയായി ചാരി നിന്നു. ഹുസൈൻ പാണ്ടിക്കാട് എഴുതിയ ഓർമ്മയുടെ ഓളങ്ങൾ എന്ന കഥയാണ് 21ാമതായി കൊടുത്തിരിക്കുന്നത്. ഹുസൈൻ പാണ്ടിക്കാടിൻ്റെ ഓർമ്മയുടെ ഓളങ്ങൾ. അടച്ചിട്ട വാതിലിനപ്പുറം കാൽപ്പെരുമാറ്റവും മുരടനക്കവും. ഇന്നും ഒത്തിരി വൈകിട്ടാണ് അല്ലലും അലച്ചിലുമായിട്ടുള്ള ഉപ്പാൻ്റെ പുരയിലേക്കുള്ള തിരിച്ചുവരവ്. സൈനു, വാതിൽ തുറക്ക്. സൈനുദ്ദീൻ്റെ ഉപ്പ അങ്ങനെയാണ്. പ്രത്യേക കാരണങ്ങളൊന്നുമില്ലേലും എപ്പോൾ പുരയിലേക്ക് കയറി വരുമ്പോഴും വാതിൽ തുറക്കാനുള്ള വിളി അവനോടായിരിക്കും. എഴുന്നേറ്റ് കണ്ണു തിരുമ്മി സൈനു പൂമുഖത്ത് നിന്ന് പുറത്തേക്കുള്ള വാതിൽ തുറന്നു. 3 ദിവസമായി മൂടി നിൽക്കുന്ന പ്രകൃതിയിൽ മഴച്ചാറ്റിൽ നിന്നിട്ടില്ല. നടുമുറ്റത്തുള്ള ഒട്ടുമാവ് നനഞ്ഞു കുതിർന്നു നിൽക്കുന്നു. വരിക്കപ്ലാവിൻ്റെ ചില്ലയിലേക്ക് പടർന്നു കയറിയ മുല്ലച്ചെടിയിൽ തൂവെള്ളമൊട്ടുകൾ കൂമ്പി നിൽക്കുന്നത് മഴയ്ക്കുള്ളിലെ നിലാപ്പെയ്ത്തിനിടയിലൂടെ കാണാവുന്നു. ഉപ്പയെ കാണുന്നില്ല. മഴയും നിലാവും ഇരുട്ടും പരന്ന മുറ്റത്തോ കോലായിലോ ഉപ്പയില്ല. അല്ലേലും ഉപ്പ ഇനി എങ്ങനെ വന്നെത്താൻ? ഉപ്പ തിരികെ വരാതെയുള്ള യാത്ര പോയിട്ട് ഇന്നത്തേക്ക് 37 കൊല്ലവും പൂർത്തിയാവുകയാണല്ലോ. ഒരു ആത്മകഥം പോലെ തന്നോട് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൈനുദ്ദീൻ വാതിലടച്ച് തിരികെ കിടപ്പുമുറിയിലേക്ക് നടന്നു. കുരിപ്പുഴ രാജേന്ദ്രൻ എഴുതിയ ഗോപിയുടെ രാജി എന്ന കഥയാണ് 22ാമത്തെ കഥയായി കൊടുത്തിരിക്കുന്നത്. ഗോപി പതിവില്ലാതെ വന്നയുടനെ ഭാര്യ പോലും അറിയാതെ കട്ടിലേക്ക് പോയി കിടന്നു. സാധാരണ ഗോപി ജോലി കഴിഞ്ഞു വരുമ്പോൾ ഭാര്യയെ വിളിക്കാറും പറയാറും ഒക്കെയുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയായിരുന്നില്ല. ഭാര്യ കട്ടിലിനടുത്തേക്ക് ചെന്ന് സാവകാശം വിളിച്ചു. ചേട്ടാ, ചേട്ടാ. ഗോപി മുഖത്തേക്കൊന്ന് നോക്കിയതും കണ്ണീർ ധാരയായി ഒഴുകുന്നു. ഞാൻ ജോലി രാജിവെച്ചു. ഭാര്യ സ്തബ്ധയായിപ്പോയി. എല്ലാം പോയല്ലോ ദൈവമേ, ഇനി എങ്ങനെ ജീവിക്കും? 2 മക്കളും പഠിക്കുന്നു. മൂത്ത മകൻ 10ാം ക്ലാസ്, ഇളയ മകൾ 5ാം ക്ലാസ്. ഭാര്യയ്ക്ക് 2 കണ്ണിലും ഇരുട്ട് കയറിയപ്പോൾ
മാനേജ്മെൻറ്റ് സ്ഥാപനത്തിലെ പ്യൂണായിരുന്നു ഗോപി. തൊഴിലാളികൾ യൂണിയൻ ഉണ്ടാക്കി. അതിൽ ഗോപിയുണ്ടെന്ന സ്ഥാപനമുടമ. പിരിഞ്ഞു പോകണമെന്ന കർശന നിർദ്ദേശം. ഇല്ലേ ജയിലിൽ പോകേണ്ടി വരുമെന്ന്. 60-ലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന തീപ്പെട്ടി കമ്പനിയാണ്. സമ്പന്നനും എന്തിനും പോരുന്ന ഗുണ്ടകളും കൂടെയുള്ള മുതലാളി. ഗോപിക്ക് മറ്റു മാർഗമില്ല. തുച്ഛമായ അവകാശങ്ങളും വാങ്ങി പടിയിറങ്ങേണ്ട ദുർഗതിയായിരുന്നു. വീട്ടിൽ പറക്കമുറ്റാത്ത 2 മക്കൾ, ഒരു കൊച്ചു വീട്. ശോകമുഖമായ അന്തരീക്ഷം എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് രാത്രിയോടെ സഹതപിച്ചു മയങ്ങിപ്പോയി. 23-ാമത്തെ കഥ വാടക വീട്. ബാബു പുത്തൻപറമ്പിൽ എഴുതിയ വാടക വീട്. 4 മാസമായി വാടക കിട്ടിയിട്ട് വീട്ടുടമ വാടകക്കാരനോട് കോപിച്ചു. ഇനി തുടരാനാവില്ല, വീട് ഒഴിഞ്ഞു തരണം, അല്ലെങ്കിൽ വാടക തരണം. സർ, നിങ്ങളും വാടകയ്ക്കല്ലേ ജീവിച്ചു പോകുന്നത്, അതിനെ കുറച്ചുകൂടി സാവകാശം തരണം. വാടകക്കാരൻ പറഞ്ഞു. ഞാനോ വാടകയ്ക്കോ? നിനക്ക് എന്തറിയാം? എനിക്ക് സ്വന്തമായി നല്ല 1-ാം തരം വീടുണ്ട്. ഇവനൊന്നും അറിയില്ലല്ലോ. വീട്ടുടമയ്ക്ക് വാടകക്കാരനോട് പുച്ഛം തോന്നി. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് സാർ. അതിനാൽ വാടക ചോദിച്ചെന്നെ കൂടുതൽ ശല്യപ്പെടുത്തരുത്. ശല്യപ്പെടുത്തിയാൽ? ഒന്നും മനസ്സിലാവാതെ വീട്ടുടമ ചോദിച്ചു. കാലാവധി തീരും മുമ്പ് നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിപ്പിക്കേണ്ടി വരും. പറയുന്നതിനിടയിൽ വാടകക്കാരൻ എളിയിൽ നിന്നൊരു കഠാര ഊരിയെടുത്തു. ഭയന്നുപോയ വീട്ടുടമ പ്രാണരക്ഷാർത്ഥം തിരികെ പാഞ്ഞു. ബിജു മാധവൻ എഴുതിയ ദൈവം പോയ വഴി എന്ന കഥയാണ് 24-ാമത്തെ. ദൈവം പോയ വഴി. ദൈവം ആവശ്യപ്പെടാതെ അവർ ദേവാലയങ്ങൾ പണിത് അതിർവരമ്പുകൾ തീർത്തു. മറ്റു മതക്കാർ തങ്ങളുടെ ദൈവത്തെ സ്വന്തമാക്കുമെന്ന് കരുതി ഫലവും സ്ഥാപിച്ചു. അതിൽ തൂവള്ള അക്ഷരത്തിൽ എഴുതി, അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല. ദൈവം പോലും അറിയാതെ എത്തിയ മലവെള്ളപ്പാച്ചിലിൽ ദൈവവും ദൈവത്തെ കാക്കാൻ വെച്ച ഫലകവും അന്യമതസ്ഥരുടെ പറമ്പുകളിലൂടെ കയറിയിറങ്ങി ഏതോ അഴുക്കുചാലിൽ പതിച്ചു. 25-ാമത്തെ കഥ സിന്ധു അനിൽ എഴുതിയ ന്യൂജൻ മാതൃദിനം. ന്യൂജൻ മാതൃദിനം. ആൽബത്തിലെ എല്ലാ പേജും അരിച്ചു പെറുക്കി. അതുമാത്രം കാണുന്നില്ല. മേശവലിപ്പിലും അലമാരയിലും ചവറ്റുകുട്ടയിൽ പോലും തിരഞ്ഞു. എവിടെയും കാണുന്നില്ല. ഫോണിൻ്റെ എല്ലാ ഫോൾഡറിലും നോക്കി. അവിടെയും ഇല്ല. വിയർത്തു വിഷമിച്ചു. നാളെ മാതൃദിനമാണ്. അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അമ്മയുടെ ഒരു ഫോട്ടോ പോലും എങ്ങുമില്ലല്ലോ നാളെ സ്റ്റോറി ഇടാൻ. അതേസമയം മകൻ ഉറങ്ങിക്കാണുമോ, അവൻ വല്ലതു കഴിച്ചോ എന്നും ചിന്തിച്ചുകൊണ്ട് വൃദ്ധസദനത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളിയായ ആ അമ്മ ദുഃഖിച്ചിരിപ്പുണ്ടായിരുന്നു. സന്തോഷ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പരൽ മീനുകൾ എന്ന കഥ. സന്തോഷ് സ്ട്രീറ്റ് ലൈറ്റ് എഴുതിയ പരൽ മീനുകൾ. രാമൻ ചേട്ടൻ്റെ കടയിലിരുന്ന് ചായ മോന്തുമ്പോഴാണ് ആ വാർത്ത കേട്ടത്. പുഴപ്പറമ്പിൽ ഒരു ശവം പൊങ്ങി. അതും ഒരു പെൺകുട്ടിയുടെ. കേട്ടവർ അവിടേക്ക് ഓടി. നഗ്നയായ പെൺകുട്ടി വെള്ളത്തിൻ്റെ ഓളങ്ങളിൽ ആടി ഉലയുന്നു. അവളുടെ കണ്ണുകളിൽ പരൽമീനുകൾ ചിത്രം വരയ്ക്കുന്നു. അതവൾ അറിഞ്ഞുവോ? അവളുടെ മുലക്കണ്ണുകളുടെ രുചിയറിയാൻ കരിമീനുകൾ മത്സരിക്കുന്നു. അതും അറിയുന്നുണ്ടാവില്ല. അവളുടെ ഗർഭപാത്രത്തിൽ നിന്നും കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടി വരാലുകൾ കടിച്ചു കുടഞ്ഞത് മാത്രം അറിഞ്ഞിട്ടുണ്ടാവും. ഇഷ്ടപ്രണയത്തിൻ്റെ സമ്മാനമോ നഷ്ടപ്രണയത്തിൻ്റെ ഒടുക്കമോ ആകും ഒടുവിൽ മരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൾ നടന്നു നീങ്ങിയത്. ബിനില എന്ന ആരോമൽ എഴുതിയ ബാലുവും നീനുവും എന്ന കഥ. പണ്ട് ഒരു കാട്ടിൽ ഒരു ടൈഗർ ഉണ്ടായിരുന്നു. ബാലു എന്നാണ് അവൻ്റെ പേര്. അതൊരു ദിവസം കാട്ടിലൂടെ നടന്നു വരുമ്പോൾ ഒരു പയ്യനെ കണ്ടു. അന്നേരം ടൈഗർ ഷാർപ്പായി പയ്യനെ നോക്കി. ഒറ്റ ചാട്ടം. അത് പയ്യല്ലായിരുന്നു, പയ്യൻ്റെ ഫോട്ടോ ആയിരുന്നു. പയ്യനെ തൊട്ടേരം ഒരു വല വീണു. ടൈഗർ അതിനുള്ളിലായിപ്പോയി. അന്നേരം അതുവഴി വന്ന നീനു എലിയോട് സഹായം ചോദിച്ചു. എലി സമ്മതിച്ചില്ല. എലി അവനോട് പറഞ്ഞു, നീ എല്ലാവരെയും ആക്രമിക്കില്ലേ, അതുകൊണ്ട് ഞാൻ കടിച്ചു മുറിക്കുന്നില്ല എന്ന്. ടൈഗർ മാപ്പ് പറഞ്ഞു. എന്നാൽ സമ്മതിക്കാമെന്ന് എലി പറഞ്ഞു. എലി വല കടിച്ചു മുറിച്ചു. അപ്പോൾ ടൈഗറിന് സന്തോഷമായി. ടൈഗർ എലിയെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവർ തമ്മിൽ കൂട്ടായി. ബിനില എന്ന ആരോമൽ എഴുതിയ ബാലുവും നീനുവും എന്ന കഥയാണ് കേട്ടത്. പ്രേമ ശ്രീകുമാറിൻ്റെ നന്ദിപൂർവം ഓർക്കുന്നവർ എന്ന കഥ നന്ദിപൂർവം ഓർക്കുന്നവർ. രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാണ് അനിൽ. അപ്പോഴാണ് കുറച്ച് ദിവസം മുമ്പ് പരിചയപ്പെട്ട രാഹുലിൻ്റെ ഫോൺ വന്നത്. ചേട്ടാ, അത്യാവശ്യമായി ഒന്ന് കാണാൻ പറ്റുമോ?
എൻ്റെ വണ്ടി ആക്സിഡൻ്റായി അവിടെ പാലത്തിനടുത്ത്. ഞാൻ സിറ്റി ഹോസ്പിറ്റലാണ്. കാലിന് പരിക്കുണ്ട്. ചേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതുവഴി വരുമോ? ഞാൻ വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. അനിൽ ആലോചിച്ചു. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്ന് നേരിട്ട് പരിചയപ്പെട്ടു. എന്തായാലും പോയി നോക്കാം. ഓഫീസിൽ പോകുന്ന വഴിയിലാണ് ഹോസ്പിറ്റൽ. ഭാര്യ രമയുടെ വിവരം പറഞ്ഞ് അനിൽ ഇറങ്ങി. നേരെ ഹോസ്പിറ്റലെത്തി. കാഷ്വാലിറ്റിയിൽ പോയി കണ്ടു. അവന് വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുത്തു. അവൻ്റെ കൂടെ അവിടെ നിന്നു. ചേട്ടന് ബുദ്ധിമുട്ടായോ? ചേട്ടന് ഓഫീസിലെത്താൻ വൈകില്ലേ? ചേട്ടൻ ഇറങ്ങിക്കോളൂ. ഇങ്ങനെയെല്ലാം അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇല്ല രാഹുൽ, ഞാൻ ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് ലീവ് എടുത്തു. വീട്ടിൽ നിന്നും ആരെങ്കിലും എത്തുന്നതുവരെ ഞാൻ ഇവിടെ ഉണ്ടാകും. അയ്യോ വേണ്ട ചേട്ടാ, ഇന്നലെ കണ്ട എനിക്ക് വേണ്ടി. രാഹുലിനെ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. കരഞ്ഞുപോയി അവൻ. ഇതൊക്കെയല്ലേ മനുഷ്യത്വം രാഹുൽ? അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണോ? അനിലിൻ്റെ വാക്കുകൾ അവനെ ചിന്തിപ്പിച്ചു. ശിവദാസൻ മുക്കം എഴുതിയ ഇങ്ങളാണ് ശരി എന്ന കഥ ഇങ്ങളാണ് ശരി. നിങ്ങളെന്തിനാ നടക്കുന്നത്? വലിയ കാറൊന്നില്ലേ? മുറ്റത്ത് വെറുതെ നിർത്തിയിട്ടിട്ട് നായരേ. 1 കിലോമീറ്റർ അകലെയുള്ള കല്യാണത്തിന് പോവടോ. ഈ അങ്ങോട്ടാ മമ്മതേ? ഞാനും അങ്ങോട്ട് തന്നെ. നിങ്ങൾ കയറിങ്ങോട്ട് നായരേ. നിങ്ങളെനിക്ക് കായൊന്നും തരണ്ടാന്ന്. നിങ്ങൾ തിരുമ്മി പിടിച്ച് 99 100 നായരേ. എന്നയ്യോ 1 ഉറുപ്യ തന്നളാ. നിങ്ങൾ തമാശ വെടി. കല്യാണ സ്ഥലത്തെത്തി. ഈ കല്യാണ പാർക്കിംഗ് കോയാ. ഞാൻ ഇവിടെ ഇറങ്ങി നായരെ. ഞാൻ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തി. കാർ ആടെയിട്ട് വരാം. നായർ കാത്തിരുന്നു. പക്ഷെ കോയ വന്നില്ല. പാർക്കിംഗ് ഏരിയയിലേക്ക് 1 കിലോമീറ്റർ ദൂരണ്ടേ. നായർ വീട്ടിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ കോയ കാറ് നിർത്തി. നിങ്ങൾ കയറി നായരെ. ഇന്നത്തെ ഓട്ടം നിങ്ങൾക്ക് ഇരിക്കട്ടെ. പാർക്കിംഗ് സൗകര്യമില്ല. ഞാൻ തിരിച്ചു പോണ്. ഇങ്ങളാ നായരെ ശരി. ശിവദാസൻ മുക്കം എഴുതിയ ഇങ്ങളാണ് ശരി എന്ന കഥയാണ് കേട്ടത്. ദേവി മനുവിൻ്റെ അഭിമാനം എന്ന കഥ അഭിമാനം. അമ്മേ, ശാലിനി ചേച്ചി സൈക്കിൾ ചവിട്ടുകാർ വന്നു കേട്ടോ. നന്ദൂട്ടൻ ഓടിക്കിതച്ച് വന്നു. പോടാ. ശാലിനിക്ക് വിശ്വാസം വന്നില്ല. ആ എന്നാ പോയി നോക്ക്. റെക്കോർഡ് വെക്കാൻ പോണുണ്ട്. ഇപ്പം കേൾക്കാട്ടോ. പറഞ്ഞു തീർന്നില്ല. കോളാമ്പിയിൽ നിന്ന് തമിഴ് മലയാളം പാട്ടുകൾ ഒഴുകി തുടങ്ങി. ജനസമ്മതി നേടിയ സിനിമാ പാട്ടുകൾക്കൊപ്പം നൃത്തവും. ബ്രേക്കില്ലാത്ത സൈക്കിളിൽ പല അഭ്യാസങ്ങളും കാണുന്നതിനിടയ്ക്ക് അവർ ചെറിയ പാത്രങ്ങളുമായി ഇറങ്ങും. സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടികൾ ഗംഭീരമാകുമെന്നും പറഞ്ഞ് കാണികൾക്കിടയിലൂടെ നടക്കും. ഇന്നത്തെ പോലെ TV, മൊബൈൽ ഒന്നുമില്ലാത്ത കാലം. ഉത്സവ സമയത്ത് മാത്രമേ നാടകമോ ബാലയോ വില്ലടിച്ചാൻ പാട്ടോ ഒക്കെ കാണൂ. നാട്ടുകാർ അവർക്ക് വേണ്ട താമസ സൗകര്യവും സഹായങ്ങളും ചെയ്തു കൊടുക്കും. നാട്ടുകാരുടെ സ്നേഹത്തണലിൽ കഴിഞ്ഞിട്ട് പോകുന്ന അവർ ഈ തവണ 2 ആഴ്ചയ്ക്കുള്ളിൽ തിരികെ പോകും. അന്നും റാബിത്തയുടെ വീടിൻ്റെ മുമ്പിലെ സൈക്കിൾ ചവിട്ട് നടന്നു. പരിപാടികൾ കണ്ട് ആസ്വദിച്ച് വീട്ടിൽ വന്നു കയറിയ സുധാകരൻ എന്ന നാട്ടുപ്രമാണി കണ്ടത് തൻ്റെ ഭാര്യയുടെയും പെൺമക്കളുടെയും നടുവിലിരിക്കുന്ന സൈക്കിൾ യജ്ഞത്തിൻ്റെ പ്രധാനിയെ. എന്താടി അവൻ പറഞ്ഞിട്ട് പോയത്? അയാൾ നിങ്ങളെക്കാൾ മാന്യനാണെന്ന് തെളിയിച്ചു പോരെ. ദേവി മനുവിൻ്റെ അഭിമാനം എന്ന കഥയാണ് കേട്ടത്. കടമക്കുടി സാർ എഴുതിയ ബലിച്ചോറ് എന്ന കഥ. ബലിച്ചോറ് കൊത്താൻ കാക്ക വന്നില്ല. നാക്കിലയിൽ എള്ളും പൂവും ചോറുരുളയും അനാഥം. ഉണ്ണിക്കുട്ടൻ അതെടുത്ത് പട്ടിയുടെ പാത്രത്തിലിട്ടു. അമ്മയും അച്ഛനും ദേഷ്യപ്പെട്ടു. എന്താ ഉണ്ണി നീ കാണിച്ചത്? മുത്തശ്ശന് കൊടുത്തതാ. ഉണ്ണിക്കുട്ടൻ ചിരിച്ചു. സുചിത്ര ബാബു എഴുതിയ ശമനദാഹം എന്ന കഥ. പകൽ എരിഞ്ഞടങ്ങി. മൂവന്തിയുടെ ചിതയിലെ ചുവപ്പ് തണുപ്പിലേക്ക് പുതപ്പ് വലിച്ചിട്ടു. ആ ചുവപ്പിൽ കഥയുള്ള ഒരു ജീവിതം പുള്ളോൻ്റെ മനസ്സിലേക്ക് വന്നു. അയാൾ തൻ്റെ വീണ എടുത്ത് നോവ പാടാൻ തുടങ്ങി മനസ്സിൽ. കണ്ണു പെടാതിരിക്കട്ടെ പെങ്ങളെ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. മദനിയുടെ വിളർച്ച മുഖത്തെ കരിനീലയിലേക്ക് നോക്കി നിൽക്കെ ഹൃദയം നൊന്തു പിടഞ്ഞതറിഞ്ഞു. എന്തേടി മോന്ത ചീർത്തിരിക്കണത്? പുസ്തക വായന തന്നെയാണ് രാത്രിയിലും? ഓപ്പേ. നീറ്റൽ ഉള്ള വിളി ഹൃദയത്തിൽ തുളഞ്ഞു. പഷ്ണിക്കാരനാണേൽ അവനവൻ്റെ തഞ്ചം നോക്കണം. ഇല്ലേനും ജീവിതം മുഴുമിക്കാൻ പാടാണ് പെണ്ണേ. കയ്യിലെ ചില്ലറ നോട്ടുകളിൽ നിന്ന് 3 എണ്ണം അവളുടെ മെലിഞ്ഞ കയ്യിലേക്ക് വെച്ച്. അറിയാം, അവൾ ഇന്ന് അതിൽ പകുതി രൂപയ്ക്ക് കിട്ടുന്ന പുസ്തകവും തിരഞ്ഞു നടന്ന് തിരിഞ്ഞാവും വീടെത്തിയിരിക്കുക. വിജയൻ പണി കഴിഞ്ഞെത്തുമ്പോഴേക്കും ധൃതിയിൽ കഞ്ഞിയും കറിയും ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഉപ്പേറിയ കറിയോ പുളി കുറഞ്ഞ മീൻകൂട്ടാനോ അയാളെ ചുടിപ്പിച്ചിട്ടുണ്ടാവാം.
അയാളുടെ ദേഷ്യം മുഴുവൻ ശരീരത്തെ വാങ്ങിയിട്ടും ഉണ്ടാവാം. എങ്കിലും കുഞ്ഞുങ്ങളെ ഉറക്കിക്കഴിഞ്ഞ് മണ്ണെണ്ണ വിളക്ക് തിരി താഴ്ത്തി പാവം അവൾ പുസ്തകം വായിക്കുന്നുണ്ടാവാം. ഇപ്പോൾ അകലെയെങ്ങോ കോഴി കൂവുന്നു. ആഗ്യ പത്മയുടെ മുത്തശ്ശിമാവ് എന്ന കഥ മുത്തശ്ശിമാവ്. അമ്മേ, ഞാനൊന്ന് മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിൽ പോയി വരാം. മുറ്റത്തെ നന്ദിനി പശുവിൻ്റെ നെറ്റിയിലൊന്ന് തലോടി ദേവു പാടത്തേക്കിറങ്ങി. മഴ തോർന്ന സമയമായതുകൊണ്ട് നെല്ലിലൊക്കെ വെള്ളത്തുള്ളികൾ ഇപ്പോഴുമുണ്ട്. ദാവണിയൊന്ന് തെല്ലുയർത്തി വരമ്പിലൂടെ ഓടുമ്പോൾ കാലിൽ തണുപ്പ് അരിച്ചു കയറുന്ന പോലെ. ദൂരെ കുട്ടികളുടെ കളികൾ കണ്ടപ്പോൾ കുഞ്ഞുനാളിൽ കണ്ണുപൊത്തി കളിച്ചതും പഞ്ചാരമണൽ വാരിയതും ഓർമ്മയിൽ നിറഞ്ഞു. മഴയായാൽ പടിപ്പുരയിലിരുന്ന് 12-ാം തായം കളിക്കും. ഒടുക്കം മുത്തശ്ശൻ്റെ ചീത്ത കേട്ട് ഓടിമറയുന്നത് ഓർത്തപ്പോൾ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. പാടത്തിനരികിലെ തോട്ടിൽ പരൽമീനുകൾ ഓടിക്കളിക്കുന്നത് കൗതുകത്തോടെ നോക്കി നിന്ന് കാൽ നനയ്ക്കാൻ പതുക്കെ ഇറങ്ങി. മുത്തശ്ശിമാവ് ഒരു നാട്ടിലെ പഴമയും പ്രൗഢിയും എടുത്തു കാണിക്കുന്നു. ഋതുഭേദമന്യേ എക്കാലവും മാമ്പഴമുണ്ടാകുമെന്നത് ഈ മാവിൻ്റെ പ്രത്യേകതയാണ്. ചുറ്റും ഇരിപ്പിടമൊക്കെ ഉള്ളതിനാൽ കവലയിലെ സൊറ പറച്ചിലിൻ്റെ ബാക്കി ഇവിടെയാണ്. ഓരോന്നാലോചിച്ച് മാവിൻ ചുവട്ടിലെത്തി. കാറ്റും മഴയും കഴിഞ്ഞതുകൊണ്ട് കുട്ടികളൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. ചിരിച്ച് കളിച്ച് ഓർമ്മകൾ പങ്കുവെച്ച് തിരിച്ച് ദാവണിത്തുമ്പ് നിറയെ കൊതിയൂറും മാമ്പഴവുമായി അവൾ. നുറുങ്ങുകഥകളുടെ ബോധിപ്രപഞ്ചമായ കൂട എന്ന പുസ്തകത്തിലെ അവസാനത്തെയും 34-ാമത്തെയുമായ കഥ സതി സതീഷിൻ്റെ മതേതരത്വം. സതി സതീഷ് എഴുതിയ മതേതരത്വം എന്ന കഥ. മതേതരത്വത്തിൻ്റെ മഹനീയതയെ പൊതുവേദികളിൽ വാഴ്ത്തിയവൻ സ്വന്തം കാര്യം വന്നപ്പോൾ ഊറ്റം കൊണ്ടത് സ്വന്തം മതത്തിൻ്റെ പേരിൽ. കാലത്തിൻ്റെ വിരോധാഭാസം. ശിവശങ്കരൻ കരവിൽ സമാഹരണം നടത്തിയ നുറുങ്ങുകഥകളുടെ ബോധിപ്രപഞ്ചമായ കൂട എന്ന പുസ്തകത്തിലെ എല്ലാ മിനിക്കഥകളും ഇതോടുകൂടി കഴിയുന്നു. നന്ദി.